ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടി പോകുന്ന നമ്മുടെ ആ ഒരു പൈതൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷണൽ ആ ഒരു സെക്ഷനിൽ നമ്മൾ പൈതൺ ആണല്ലോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കലി നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സിലബസിൽ ശരിക്കും 2 സെക്ഷൻസ് ആണ്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്, പിന്നെ അതിനകത്ത് ഒരു നമ്മുടെ ലിസ്റ്റ് ഡ്യൂപ്ലെക്സ് എന്നതിന് കൂടുതൽ മെജോറിറ്റി പാർട്സ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. അതിൻ്റെ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ എന്താണ് പൈതൺ. ഓക്കെ, വാട്ട് ഈസ് എ പൈതൺ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ പൈതൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് പൈതൺ അല്ലെങ്കിൽ എന്താണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വേയിൽ എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് ഈ ഒരു ആൻസർ കൊടുത്താൽ മതി. പൈതൺ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, ജനറൽ പർപ്പസ് ആണ്, ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്, ഡൈനാമിക് ആണ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടും ദെൻ അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു ജനറൽ വേയിൽ എന്താണ് പൈതൺ, ഓക്കെ എന്താണ് പൈതൺ എന്ന രീതിയിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ഉണ്ടാവും. എന്താണ് പൈതൺ, വാട്ട് യു മീൻ ബൈ പൈതൺ, വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു പാരഗ്രാഫ് ഒന്ന് നിങ്ങൾ വായിച്ച് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് എന്ത് ചെയ്യാം ഒന്ന് ബൈ ഹാർട്ടാക്കി വയ്ക്കുക. ഓക്കെ, എന്താണ് പൈതൺ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പൈതൺ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതെന്ത് ചെയ്യും ഡാറ്റ ആ ഒരു കമ്പ്യൂട്ടറിൽ എന്ത് ഇന്റർപ്രറ്റേഴ്സ് ഉണ്ടാവും, അതെന്ത് ചെയ്യും കമ്പൈൽ ചെയ്യിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം അവിടെ റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ലേ. ഓക്കെ, മെഷീൻ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സീറോസും വൺസും ഇൻക്ലൂഡ് ചെയ്യുന്ന ലാംഗ്വേജസ് നമ്മൾ എന്ത് പറയുന്നത് മെഷീൻ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ മെഷീൻസ് കോഡ്സിനെ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് മെഷീൻ ലാംഗ്വേജസ് എന്ന് പറയും. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജസ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ജസ്റ്റ് നിങ്ങൾ നോക്കി പോകേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇതിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ, ഓക്കെ ഈ ഒരു സിമ്പിൾ പൈതൺ പ്രോംപ്റ്റ് എന്ന് പറയും. ഇപ്പോൾ വാട്ട് യു മീൻ ബൈ പൈതൺ പ്രോംപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ നമ്മൾ എന്ത് പറയുന്നത് പൈതൺ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പൈതൺ പ്രൈമറി പ്രോംപ്റ്റ് എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ആയിട്ട് ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ CMD കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ CMD കൊടുത്തുള്ളത് കമാൻഡ് പ്രോംപ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഓക്കെ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളവിടെ എന്താ ഇതിലിപ്പോൾ കുറച്ച് കോഡ്സ് കൊടുത്ത് നമുക്ക് ഇതിനെ പൈതണിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആ കോഡ് ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് പൈതൺ ലാംഗ്വേജ് എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഈ 3 ബ്രാക്കറ്റ്സ് നമ്മൾ കാണിക്കുന്നത്, ആരോ ഹെഡ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കി അത് കാരണം ഇതിൽ ചില സമയത്ത് ചെറിയ നമ്മൾ ലിസ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു കേസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ പൈതൺ പ്രോഗ്രാമിംഗ് അവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 3 ലൈൻസ് കൊടുത്തിട്ട് അത് ഓൾറെഡി ഇവിടെ വരും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. എൻ്റർ ചെയ്ത് എന്ത് ചെയ്യും അവിടെ ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പൈതൺ പ്രോംപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായത് അത് ജസ്റ്റ് നോക്കിയാൽ മതി. എന്താണ് പൈതൺ പ്രോംപ്റ്റ് എന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യുക ജസ്റ്റ് കൊടുക്കുക. നമുക്ക് അവിടെ ആ ഒരു കമാൻഡ് പ്രോംപ്റ്റിലോട്ട് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ ഓക്കെ ആണ് റെഡി ആണെന്നാണ് എന്ത് ചെയ്യുന്നത് അതവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അത് പൈതൺ പ്രോംപ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ലൈൻസ് മീൻസ് എന്തായിരിക്കും ഒരു സിംഗിൾ ലൈൻ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് പെർ ലൈൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് അതെ ഇതിപ്പോൾ ഒരു ലൈനാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും ഒരു ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒന്നാമത്തെ ലൈനിൽ ഹലോ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ലൈനിൽ നമുക്ക് പറയാൻ എന്ത് ചെയ്യും രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പ്രിന്റ് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചോദിക്കുവാണ് റൈറ്റ് എ സിമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് ഹലോ വേൾഡ്. ഓക്കെ, അല്ലെങ്കിൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിക്കുന്നു. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കാം. എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അവിടെ ഇൻപുട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക ഇൻപുട്ട് പ്രിന്റ് ഹലോ വേൾഡ്. അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രാക്കറ്റ്സും കൊട്ടേഷൻസ് കൊടുത്തു കറക്റ്റ് ഓർക്കുക. കാരണം ഈ കൊട്ടേഷൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ സ്ട്രിങ്സ് അവിടെ കാണിക്കത്തില്ല. ഓക്കെ, എന്ത് ചെയ്തില്ല സ്ട്രിങ് അവിടെ പുറത്ത് കാണിക്കത്തില്ല. അത് ഹലോ വേൾഡ് നമുക്ക് ചിലപ്പോൾ എറർ ആയിട്ടായിരിക്കും അവിടെ കാണുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അതൊരു ഫംഗ്ഷൻ ആയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, റൈറ്റ് എ സിമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് ഹലോ വേൾഡ്. ഓക്കെ, അല്ലെങ്കിൽ പ്രിന്റ് ഹായ്. ഓക്കെ, അതൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് ആ ഒരു കേസിൽ അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പെർ ലൈൻ. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലിപ്പോൾ നമ്മൾ 2 ലൈൻസിലാണ് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, ഒന്നാമത്തെ ലൈനും രണ്ടാമത്തെ ലൈനും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് വന്നു. അപ്പോൾ ഒറ്റ ലൈൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഇതിന് രണ്ട് ഔട്ട്പുട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ വിൽ യു എക്സ്പ്രസ് അല്ലെങ്കിൽ എക്സ്പ്രസ് അല്ല, റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് 2 lines. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പെർ ലൈൻ. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ലൈനിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, വി ആർ യൂസിങ് എ സെമി കോളൻ. ഓക്കെ, ഒരു സെമി കോളൻ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്തോളണേ. ഓക്കെ, ഹൗ വിൽ യു അല്ലെങ്കിൽ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഹലോ വേൾഡ് ആൻഡ് ഹായ് ഫ്രം ഇന്ത്യ ഓൺ 2 lines. ഓക്കെ, 2 ലൈൻസിലായിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിത് അയച്ചു തരാം, നോട്ട് അയച്ചു തരാം. നോട്ടല്ല, ശരിക്കും നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് ഇത് വെച്ച് ഞാൻ ക്ലാസ് എടുത്തതും. ഓക്കെ, അന്ന് ക്ലാസ് കംപ്ലീറ്റ് എടുത്തതും ഈ ടോപ്പിക്സ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ കമന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കമന്റ്സ് എന്ന് പറയുന്നത്? കമന്റ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി. ഓക്കെ, അത് മറ്റൊരാൾക്ക് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് അത് മനസ്സിലാവണം. ഓക്കെ, എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് അത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചിലപ്പോൾ പ്രോഗ്രാംസ് വായിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, പ്രോഗ്രാംസ് വായിക്കുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ഹെഡിങ്സോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമ്മൾ സാധാരണ കമന്റ് ചെയ്യത്തില്ലേ? ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് ചെയ്തില്ല. അപ്പോൾ അതുപോലെ ജസ്റ്റ് നമ്മൾ കമന്റ് ചെയ്ത് നമ്മൾ എന്ത് കമന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാഷ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ എഴുതുവാണെങ്കിൽ അത് ഔട്ട്പുട്ടിലൊന്നും പ്രിന്റ് ആയി വരത്തില്ല, നമ്മുടെ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഒരു ഹാഷ് സ്ക്രിപ്റ്റ് ടു പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ ദിസ് 2 lines ആർ കമന്റ്സ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ടിൽ കാണുന്നില്ല. ഔട്ട്പുട്ടിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ, നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറയുന്നത് മാത്രമേ ഔട്ട്പുട്ടിൽ കാണത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ സ്ക്രിപ്റ്റിനെ ബാധിക്കുകയില്ല. ഓക്കെ, എഫക്ട് ചെയ്യത്തില്ല കേട്ടോ. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് ദ ഹാഷ്. ഓക്കെ, ആ ഒരു ഹാഷ് വെച്ചിട്ട് നമ്മൾ കമന്റ് സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. വലിയ വലിയ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്കത് എന്താണെന്ന് ചിലപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമർ, ഓക്കെ, നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഓരോ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് കമന്റ് ചെയ്ത് പോകും. കാരണം നമുക്ക് ഇതിനെ തിരിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവണം എന്താണ് നമ്മളോട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവിടെ എന്താണ് ആ ഒരു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൂപ്പിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിന് ലൂപ്പിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, അങ്ങനെ ആ ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്സിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഓരോ വാട്ട് ആർ കമന്റ്സ് അല്ലെങ്കിൽ ഹൗ ആർ യു, വാട്ട് ആർ പർപ്പസ് ഓഫ് കമന്റിങ്. ഓക്കെ, ഈ ടെക്സ്റ്റിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് ആർ ദ പർപ്പസ് ഓഫ് കമന്റിങ്, അല്ലെങ്കിൽ എന്താണ് കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് കമന്റ്സ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ റീഡബിലിറ്റി. ഓക്കെ, റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അത് ഒരു കേസാണ്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് എ നോൺ എക്സിക്യൂട്ടബിൾ ആൻഡ് ഇന്റർപ്രറ്റർ വിൽ ഇഗ്നോർ ദ കണ്ടന്റ്സ്. ഓക്കെ, ഇന്റർപ്രറ്റർ മീൻസ് നമ്മളിപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്ററിലുള്ള ആളാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പ്രോഗ്രാം ഉണ്ടാവും ഈ പൈതൺസിനെയൊക്കെ പൈതൺ റൺ ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി ഇഗ്നോറിംഗ് ദ കണ്ടന്റ്. കണ്ടന്റ് എന്ത് ചെയ്യും, അവരങ്ങ് ഇഗ്നോർ ചെയ്തോളും. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ നമ്മുടെ പൈതൺ ലാംഗ്വേജിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇൻറ്റിജേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് മീൻസ് എന്താണ്, ഇൻറ്റിജർ മീൻസ് 1 2 3 4 എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെസിമൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയും, ഫ്ലോട്ട് ഓപ്പറേഷൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഫ്ലോട്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ് മീൻസ് എന്താണ്, കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കറിയാലോ, ഇമേജിനറി പാർട്ടും റിയൽ പാർട്ടും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ സ്ട്രിങ്സ് ഉണ്ട്. സ്ട്രിങ്സ് എന്താണ്, സ്ട്രിങ്സ് മീൻസ് നമ്മുടെ ആൽഫബറ്റും അതൊക്കെയാണ് വരുന്നത്. പിന്നെ ബൂളിയൻ മീൻസ് നമ്മുടെ 0യും 1ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ബൂളിയൻ ഓൾജിബ്ര എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ നമുക്കിപ്പോൾ ഇതിനകത്ത് ഓരോ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ പൈതണിൽ പെർഫോം ചെയ്യുന്ന ഓരോ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്പറേഷൻസും നമ്മുടെ ഇൻറ്റിജേഴ്സിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്കിപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കേസ് നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇൻറ്റിജേഴ്സിന്റെ ഫംഗ്ഷന് ബന്ധപ്പെട്ട് ഇൻറ്റിജറിൽ വരുന്ന ഓപ്പറേഷൻസ് ഓൺ ടൈപ്പ് ഇൻറ്റ്. ഓക്കെ, കണ്ടോ,
അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ ഇന്റിൽ യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇതാണ്. നമ്മൾ ഏതാണ്ട് നോക്കുമ്പോൾ ഏതാണ്ട് സെയിം ആയിട്ട് വരും. അതായത് ഇപ്പോൾ ഇന്റിലായാലും ഫ്ലോട്ടിലായാലും നമുക്ക് ഏതാണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇതിനകത്തോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അങ്ങനെ ഒരു വെയിൽ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മുൻപ് ഇപ്പോൾ C++ലൊക്കെ ആണെങ്കിൽ വാട്ട് ആർ ദ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ C++, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനൊരു വെയിൽ ഈ ഒരു ഹെഡിങ്സ് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ദാറ്റ് വെയർ യൂസ്ഡ് ഇൻ ടൈപ്പ് ഇന്റ്, ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അതായത് പൈതണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതെന്ന് ചിലപ്പോൾ ചോദിക്കത്തില്ല. ചോദിക്കുന്ന സമയത്ത് എന്താണ് ചോദിക്കുന്നത്, ഇന്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതാണ്. അപ്പോൾ നിങ്ങളതിൽ നോക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോംപ്ലക്സ് ആയാലും ഫ്ലോട്ട് ആയാലും ഇൻറ്റിജർ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണ്ട് നമ്മൾ സെയിം ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഓക്കെ, ഏതോ 1-2 കേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇതിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞുതരാം. ബേസിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻറ്റിജറിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? അത് ഇതിൽ ഇൻറ്റിജർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഓക്കെ, ഡിവിഷൻ, അതൊക്കെ എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ദെൻ അതുപോലെ നമുക്ക് ഇൻറ്റിജറിൽ യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറയാം. നമ്മുടെ പവർ, ഓക്കെ, ഡിവിഷൻ, മോഡ് ഡിവിഷൻ, ഓക്കെ, അങ്ങനെ അതിൽ കൂടുതൽ അങ്ങനെ ആ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ബേസിക് ഓപ്പറേഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ സഹിതം ഒന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു എക്സാമ്പിൾ മീൻസ് ഇത് തന്നെയാണ്, പ്രോഗ്രാം ഒന്നും എഴുതുന്നുണ്ട് കേട്ടോ. അത് റൈറ്റ് എ പ്രോഗ്രാം എന്ന് ചോദിക്കുമെങ്കിൽ മാത്രം പ്രോഗ്രാം എഴുതിയാൽ മതി. അല്ലാതെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, what are the arithmetic operators used in int ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന arithmetic operators ഏതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോളം വരയ്ക്കുക. അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, 4 മാർക്കിനാണെങ്കിലും ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് അങ്ങനെ അഡീഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ അതാണ് ബേസിക് ഡാറ്റ ടൈപ്സിനകത്ത് വരുന്ന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജറിൽ വരുന്ന കേസസ് നമ്മൾ നോക്കാം. ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇന്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ് വൈസ് ആൻഡ് ഓർ, ഓക്കെ, അങ്ങനെയുള്ള കേസസ് വരുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ട്രൂ ആണോ ഫാൾസ് ആണോ, ഓക്കെ, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കാരണത്തിൽ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണേ. ഓക്കെ, ഇത് ഒന്നിച്ച് പറഞ്ഞുതരാം, ഏതൊക്കെയാണ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. ബട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നും. അതായത് ഇനി എന്താണ് ഇൻറ്റിജറിന് എടുത്ത് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ടിന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, കാരണം നമുക്ക് ആ ഒരു വെയിലാണ് നമ്മൾ പൈതണിൽ പഠിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ബേസിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബട്ട് ആ ബേസിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ ഇൻറ്റിജറിലും ഫ്ലോട്ടിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചില ഓപ്പറേറ്റേഴ്സ് അവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് അതെ പവർ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ ഇതിലിപ്പോൾ ഫ്ലോട്ടിലും ഇൻറ്റിജറിലൊക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ വർക്ക് ആവും കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അഡിഷൻ നോക്കി വെച്ചിരിക്കുക. അഡിഷൻ എല്ലാത്തിലും ഉണ്ട്. ഇൻറ്റിജർ ഡിവിഷൻ മറ്റതിലില്ല. ഓക്കെ, ഇൻറ്റിജർ ഡിവിഷൻ മീൻസ് ഇവിടെ ഡബിൾ ഇത് വരും. ഓക്കെ, അത് നമുക്ക് അതിൽ വരുന്നില്ല. ഓക്കെ, ഫ്ലോട്ടിലാണ് തോന്നുന്നത്. ഓക്കെ, അത് പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് ഞാൻ ഓപ്പറേറ്റേഴ്സ് എടുക്കുന്ന ആ ഒരു നോട്ടിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ബേസിക്കലി വരുന്ന കേസസിലെ അതെല്ലാത്തിലും കോമൺ ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, അവിടെ എഴുതുക. ഓക്കെ, ഫ്ലോട്ട് മീൻസ് എന്താണ്? ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എല്ലാ നമ്പേഴ്സും വരും. പോയിന്റ് ഉള്ളതും പോയിന്റ് ഇല്ലാതെ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, അവിടെ വരും. ഓക്കെ, അതാണ് ഫ്ലോട്ട് കേസ്. ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 0, 1, 2, 3 നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് മാത്ത് ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് മാത്തമെറ്റിക് ഫംഗ്ഷൻസിൽ നമുക്ക് ഫ്ലോട്ടിനകത്ത് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് കൂടുതലാണ്. ഓക്കെ, മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് അത്യാവശ്യം എന്തിലുണ്ട്, കൂടുതലായിട്ടുണ്ട്. നിങ്ങളിതിൽ 1-2 എണ്ണമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എല്ലാം പഠിക്കാൻ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, 1-2 എണ്ണം. ഇപ്പോൾ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുന്നത്, പവർ, ഓക്കെ, പവർ എടുക്കുന്നത് എങ്ങനെയാണ്, അതായത് 1.2 റൈസ് ടു പവർ 0.1. ഓക്കെ, പവറിൻ്റെ അങ്ങനെ ഏതെങ്കിലും 1-2 എണ്ണം സെലക്ട് ചെയ്തൊരു 4-എണ്ണോ 5-എണ്ണോ ഒന്ന് പഠിച്ചു. ഇപ്പോൾ പവർ നോക്കി വയ്ക്കാൻ പറ്റും, അബ്സല്യൂട്ട് നോക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യുന്ന നമ്പേഴ്സ് നോക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള 1-2 കേസസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ മാത്ത് ഡോട്ട് സൈൻ ഇതൊക്കെ പഠിച്ചു വെച്ചൂടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. ഓക്കെ, ഏതിൽ വരുന്നതാണ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ദാറ്റ് ഈസ് പ്രസന്റ് ഓൺ ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാം. അതായത് ഏതൊക്കെയാണ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ, any to give two math functions that is operated in float. Okay, ഫ്ലോട്ടിൽ മാത്രം യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ചെയ്ത് അത് ഇൻറ്റിജറിൽ യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കാം
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാത്ത് ഡോട്ട് കോസ് ഫംഗ്ഷൻ നമ്മൾ ഫ്ലോട്ടിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പവർ ഫംഗ്ഷൻ നമ്മൾ ഫ്ലോട്ടിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഗീവ് റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇന്റിൽ യൂസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇന്റിജർ ഷോസ് ഉള്ള ഇത്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗീവ്സ് ഉള്ള ഇത് ഇന്റിജർ വാല്യൂസ്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് മാത്രമേ തരത്തുള്ളൂ, അവിടെ പോയിന്റ് വാല്യൂസോ ഡെസിമൽ വാല്യൂസോ തരത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, അവിടെ അത് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഫ്ലോട്ട് ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ കോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ദെൻ പിന്നീട് അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആ ഒരു ക്ലാസ് ഒന്ന് നിങ്ങൾ വേണേൽ നോക്കുക കേട്ടോ, കോംപ്ലക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻസ് ഒന്നുകൂടി കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, നമുക്കിവിടെ ഡിവിഷൻ ഒന്നും വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ചിലപ്പോൾ ചോദിക്കാം. ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്വസ്റ്റ്യൻസിൽ ഉണ്ട്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷനിൽ അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ ഉണ്ട്. അങ്ങനെ പരസ്പരം കൂടി ഒരു കമ്പയർ ചെയ്ത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ആർ ദ മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് വെർ യൂസ്ഡ് ഇൻ കോംപ്ലക്സ്. ഓക്കെ, അതായത് കോംപ്ലക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ടിൽ യൂസ് ചെയ്ത കോംപ്ലക്സിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു വേയിൽ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് എന്ത് ചെയ്തിരിക്കാം, അവിടെ അറിഞ്ഞിരിക്കാം. ദെൻ കണ്ടോ, ഈ സി മാത്ത് ഡോട്ട് പോളാർ, ഇത് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്, അബ്സല്യൂട്ട്സും അങ്ങനെ ഒന്ന് രണ്ട് കേസസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്ട്രിങ്സ് എന്താണ്, നമ്മുടെ സാധാരണ എന്താ ഇപ്പോൾ ആൽഫബെറ്റ്സോ അതൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ സ്ട്രിങ്സ് എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ്സിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് വേറെ എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. അതായത് ഓപ്പറേറ്റേഴ്സ് വരില്ല, കാരണം ജസ്റ്റ് വാല്യൂസ് അല്ലേ. ഓക്കെ, വാല്യൂസ് അല്ല, നമ്മുടെ ജസ്റ്റ് എന്താ പേരുകൾ, നെയിം അല്ലെങ്കിൽ ആൽഫബെറ്റോ അങ്ങനെയൊക്കെയുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഒരു കാര്യം നോക്കേണ്ടത്, ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആർക്കിരിക്കേണ്ട കാര്യമൊന്നുണ്ട്, അതിൽ താഴോട്ട് വരുന്നതിന് നോക്കണമെന്നില്ല. ഓക്കെ, ഈ ഒരു കേസസ് ഇല്ലേ, അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒന്നും അല്ല. ഓക്കെ, അത് വേണ്ട. ബട്ട് ഇതുവരെയുള്ള കേസ് ഒന്ന് നോക്കുക. അതിൽ ഈ ക്യാരേജ് റിട്ടേണിൻ്റെ ആവശ്യമില്ല, ഫോം ഫീൽ അങ്ങനെയുള്ളത് ചോദിക്കത്തില്ല, ബീപ്പ്. ഓക്കെ, ബട്ട് ഇത്രയും ബാക്കി ഇത്രയും നോക്കിക്കൊള്ളണേ. ബാക്ക്ലാഷ് നോക്കിക്കൊള്ളൂ, സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്. ഓക്കെ, ദെൻ പിന്നീട് വരുന്നത് എന്താണ്, ടാബ്, വെർട്ടിക്കൽ ടാബ്. ഓക്കെ, ബാക്ക് സ്പേസ്, ന്യൂ ലൈൻ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് എൻ ആസ്കി കോഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ ന്യൂ ലൈൻ ഇൻ പൈത്തൺ. ഓക്കെ, അതായത് പൈത്തൺ ലാംഗ്വേജിൽ ഒരു ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആസ്കി കോഡ് ഏതാണ്. ഓക്കെ, ഇത് ആസ്കി കോഡ്സ് ആണ്. ഓക്കെ, നമ്മൾ ആസ്കി കോഡ്സ് എന്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്, യൂണിറ്റിലല്ല ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതായത് ഏത് ആസ്കി കോഡാണ് നമുക്കിപ്പോൾ ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ക് സ്പേസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേയിൽ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. വിച്ച് ഈസ് ദ, ഞാൻ ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. ഓക്കെ, ടൈമിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അതിലോട്ട് ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ ടൈം കിട്ടുന്ന അനുസരിച്ച് ഒന്ന് ഗ്രൂപ്പ് നോക്കിയാൽ മതി, അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് അതിനകത്ത് സെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആൻസേഴ്സ് ഒക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ ചാറ്റായിട്ട് അയച്ചിരിക്കാം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ആ ഒരു കേസ് മനസ്സിലായല്ലോ, ന്യൂ ലൈനും അത്തരം കേസസ് ഒക്കെ. ഇത് നമ്മുടെ സ്ട്രിങ്ങിലെ ഓപ്പറേറ്റേഴ്സ് ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ല. നമുക്കിത് കേസ് മാറ്റാൻ വേണ്ടി, അതായത് ലോവർ കേസും അപ്പർ കേസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേന്നാൽ മാത്രം മതി. ഓക്കെ, ആ ഒരു സ്ട്രിങ്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, മെയിൻലി നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും മാത്ത് ഓപ്പറേറ്റേഴ്സും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്നത് കേട്ടോ. ആ രണ്ട് ടോപ്പിക്സ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, ദെൻ ബൂളിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ, ബൂൾ ടൈപ്പ് മീൻസ് നമ്മുടെ ബൂളിയൻ വാല്യൂസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്, വി ആർ യൂസിങ് ദ ബൂളിയൻ വാല്യൂസ്. ഓക്കെ, ബൂളിയൻ വാല്യൂസ് നമ്മൾ എന്തുണ്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൂളിയൻ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂളിയൻ വാല്യൂസ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആൻഡ് ഓർ നോട്ട്. ഓക്കെ, അവിടെ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ ടേംസ് നമ്മൾ യൂസ് ചെയ്തല്ലോ. ആൻഡ് ഓർ നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓർ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓറും ലോജിക്കൽ ആൻഡ്. ഓക്കെ, അത് തന്നെയാണ്. അപ്പോൾ റൈറ്റ് എ പ്രോഗ്രാം ടു ഇംപ്ലിമെന്റ് ഓർ ഓപ്പറേഷൻസ്. ഓക്കെ, ഓർ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ഒരു എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാംസ് എഴുതുക. ഓക്കെ, അതായത് ഇപ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ. ഓക്കെ, ആ ഒരു കേസ് മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ പ്രോഗ്രാമായിട്ട് ചോദിക്കത്തില്ല, ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് മാത്രം എന്ത് ചെയ്യും അവിടെ ചോദിക്കും.
പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ഈ ആൻഡ് ഓപ്പറേറ്റേഴ്സ് ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് കൊടുക്കാതെ ഇങ്ങനെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അവിടെ എഴുതാം. കാരണം അതിലെ പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് വരുവാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ ഒരു വെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അവിടെ ആൻസേഴ്സ് എന്ത് ചെയ്യാം അവിടെ എഴുതി പോവാം. ഓക്കെ, ഏതില്ല ഈ ഒരു കേസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇത് എന്ത് ചെയ്യാൻ മതി അവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഏതില്ല ലോജിക്കൽ ആൻഡ് ഓർ നമ്മൾ ബൂളിയനിലാണ് എന്ത് ചെയ്യുന്നത് അത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓർ നോട്ട്. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഐഡന്റിഫയേഴ്സ്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പഠിച്ച സെക്ഷൻസിൽ നിന്ന് അതിൽ പ്രോഗ്രാംസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, പ്രോഗ്രാംസ് അവിടെ ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും. ബട്ട് നമുക്ക് അതിന് ഈ ഡെഫിനിഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, ഐഡന്റിഫയേഴ്സിലോട്ട് വരാവേ നമുക്ക് അതിന് മുൻപ് ഈ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അതായത് പൈതൺ ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും ഓരോ ഡാറ്റ ടൈപ്പിൽ നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പൈതണിനകത്ത് വരുന്നത്. ബട്ട് ഇത് ഓരോ ഡാറ്റ ടൈപ്പ് മാറുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിജറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം അതവിടെ യൂസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓപ്പറേറ്റേഴ്സ് മീൻസ് എന്താണ്? Operators are used to perform operations on variables and values. Okay, valuesലും വേരിയബിൾസിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണൻഷ്യൽ, ഫ്ലോർ ഡിവിഷൻ. ഓക്കെ, അത്രയും കേസസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അഡിഷൻ നോർമൽ അഡിഷൻ തന്നെയാണ്. സബ്ട്രാക്ഷൻ ഓക്കെ സബ്ട്രാക്ഷൻ ആയിരിക്കും. ഇതിൽ ഈ ഫ്ലോർ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിവിഷൻ മീൻസ് നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ തരും. ഓക്കെ, എന്താണ് ഇപ്പോൾ 3.154 ഓക്കെ അങ്ങനത്തെ ആ ഒരു വാല്യൂസ് തരും. ഓക്കെ, ഫ്ലോട്ട് വാല്യൂസ് ഇപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് പോയിന്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യും അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഫ്ലോർ ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇൻഡിജർ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവിഷൻ ആൻഡ് ഫ്ലോർ ഡിവിഷൻ? ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവിഷൻ ആൻഡ് ഫ്ലോർ ഡിവിഷൻ? എന്താ വ്യത്യാസം? ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതേസമയം നമ്മുടെ ആ ഒരു ഫ്ലോർ ഡിവിഷൻ ആവുന്ന സമയത്ത് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് എൻ ഇൻഡിജർ വാല്യൂ. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഇൻഡിജർ വാല്യൂ നമുക്ക് എന്തുണ്ട് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ ഓരോന്നിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ദാറ്റ് ഈസ് ഒരു ഇൻപുട്ട് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ ഇൻപുട്ട് എഴുതി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതിയാലും വേറെ പ്രോബ്ലം ഇല്ല. ഓക്കെ, അതിന് ആൻഡ് ഓർ നടക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതിന് കുറച്ചുകൂടി ബെറ്റർ. ഇത് നിങ്ങൾക്ക് 2 ഇൻപുട്ട് ആയിട്ട് എഴുതാം. കുറച്ച് അത്യാവശ്യം ഒരു ബോക്സ് ഒക്കെ വരച്ചേ, ബോക്സ് വരയ്ക്കണമൊന്നും ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, ബോക്സിൽ നിന്ന് മാർക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് എന്ത് കൊടുക്കും? ഇൻപുട്ട് എക്സ് ഈക്വൽ ടു 15 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 4 കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രിന്റ് കൊടുക്കുന്നുണ്ട്. ഇത് പ്രിന്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം. എന്തിനുണ്ട് സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ. ഓക്കെ, വേറൊന്ന് അവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് എഴുതി വെക്കല്ലേ കേട്ടോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു അങ്ങനെ ആൻസർ വരത്തില്ല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ നമ്മൾ കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ജസ്റ്റ് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? വി ആർ ഗെറ്റിംഗ് ദ ജസ്റ്റ് ദ ആൻസർ. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 എന്ന ആൻസർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതുപോലെ സബ്ട്രാക്ഷൻ ആയാലും ഡിവിഷൻ ആയാലും എന്താണെങ്കിലും ആ ഒരു കേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ അവിടെ ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. ഇവിടെ കൊടുക്കാത്തതൊന്നും നമ്മൾ അവിടെ എഴുതി വെക്കരുത്. കാരണം നമ്മൾ അവിടെ എഴുതുന്നതല്ല, ശരിക്കും എങ്ങനെയാണ് ഔട്ട്പുട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കുക വരുന്നത് അതിന് എന്ത് ചെയ്യണം അവിടെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏതൊരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അസൈനിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അസൈനിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ് ഈക്വൽ 5. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എക്സും 5 എന്താണ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേസമയം ഈ ഒരു പ്ലസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ എന്താണ്? ഈ എക്സിൽ എന്താണോ ഇരിക്കുന്നത് അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ 3 കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അതാണ് എക്സ് ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു മീൻസ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അതിൽ വരുന്നത്. ഇതിൽ അസൈനിങ് ഓപ്പറേറ്റേഴ്സിൽ 1-2 പഠിച്ചു വെച്ചിരിക്കുക. വാട്ട് ആർ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈതൺ? ഓക്കെ, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് എഴുതാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമുക്ക് ബൂളിയൻ നമ്മുടെ ഫ്ലോട്ടിലും ഇൻഡിജറിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈക്വൽ ടു സൈൻ വരുന്നതാണ് നമ്മുടെ അസൈനിങ് ഓപ്പറേറ്റേഴ്സ്. അത് ഒന്നുകിൽ ഈക്വൽ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ പ്ലസ് ഈക്വൽ കൊടുത്തതിൽ എന്ത് ചെയ്യും? അതിന്റെ കൂടെ അത് ആഡ് ചെയ്യും. ഓക്കെ, ആ നമ്പർ കൂടി എന്ത് ചെയ്യും? അവിടെ അഡിഷൻ പെർഫോം ചെയ്ത് അതിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു നമ്മളിപ്പോൾ സാധാരണ y ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞു വെച്ചോ. ഓക്കെ, അതായത് എക്സിൽ ഇപ്പോൾ ഒരു 6 ഉണ്ട്. ഓക്കെ, എക്സ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഇത് 6 പ്ലസ് 3 9 എന്നുള്ള വാല്യൂ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? y യിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും y എന്നൊരു വേരിയബിൾ ഇവിടെ എടുക്കേണ്ടി വരുന്നില്ലേ?
ബട്ട് ഇവിടെ ഈ ഒരു അസൈനിങ് ഓപ്പറേറ്റർ നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഉപയോഗം മീൻസ് എന്താണ്, ദാറ്റ് ഇസ് എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സിൽ ഓൾറെഡി ഒരു 6 എന്ന വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ 6ന്റെ കൂടെ ഈ 3 കൂടെ ആഡ് ചെയ്ത് എന്ത് ചെയ്യും, ഈ എക്സിന്റെ വാല്യൂ അവിടെ അപ്ഡേറ്റ് ചെയ്യും. എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യും, 9 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ y എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ മാറ്റിയിട്ട് ആ എക്സിന്റെ അകത്തെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, അഡിഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇനി അത് ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ അസൈനിങ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ആണോ അതോ നോട്ട് ഈക്വൽ ആണോ, ഗ്രേറ്റർ ദൻ ആണോ, ലെസ് ദൻ ആണോ, ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സിമ്പിൾ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിനൊരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും എഴുതുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഫോർമാറ്റ് അറിയാമല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ മാത്രം എഴുതുവാണേ. എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് ആസ് എക്സ് ഈക്വൽ ടു 5 ആൻഡ് വൈ ഈക്വൽ ടു 2. ഓക്കെ, എക്സ് ഈക്വൽ ടു 5 ആൻഡ് വൈ ഈക്വൽ ടു 2 കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, ഇങ്ങനൊരു പ്രിന്റ് ചെയ്യാൻ പറയുവാണ്. എന്ത് പ്രിന്റ് ചെയ്യും, ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, എന്ത് പ്രിന്റ് ചെയ്യും, ഫോൾസ് എന്ന് എന്ത് ചെയ്യും, അവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, കറക്റ്റ് ആണ് എന്ത് ചെയ്യും, ട്രൂ എന്ന് അവിടെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ അത്തരം ക്രൈറ്റീരിയാസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കത്തില്ല. എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ബേസിക് ഓപ്പറേഷൻസ് ഇൻ പൈതൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാര്യം ഒന്നുകൂടി പറയാം, നമുക്കിതിനെ ഓരോ ബേസിക് ഡാറ്റ ടൈപ്സുമായിട്ട് കണക്ട് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇന്നത് യൂസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്നതിൽ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഒന്നുകൂടി എടുത്ത് വെച്ച് വായിക്കാം. ഓക്കെ, ആ ഒരു സെക്ഷൻസ് ഒന്നുകൂടി എടുത്ത് വെച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ആ ടോപ്പിക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഐഡന്റിഫയേഴ്സ് ആണ്. ഓക്കെ, ഐഡന്റിഫയേഴ്സ് മീൻസ് എന്താണ്, ഐഡന്റിഫയേഴ്സ് ആർ ദ നെയിം ദാറ്റ് ഇസ് ഗിവൻ ടു എ പ്രോഗ്രാം എലമെന്റ്. ഓക്കെ, ഒരു പ്രോഗ്രാം എലമെന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ക്രൈറ്റീരിയസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് വൈ ചൂസിങ് ദ ഐഡന്റിഫയേഴ്സ്. ഓക്കെ, അതായത് ഐഡന്റിഫയേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോളോ ചെയ്യുന്ന സർട്ടൻ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ദ റൂൾസ് ഓഫ് നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്, ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ആർ the rules for naming identifiers in Python? Okay, അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പെർമിസിബിൾ ക്യാരക്ടേഴ്സ് ആൽഫബറ്റ് ആൻഡ് ഡിജിറ്റ് അണ്ടർസ്കോർസ് ആയിരിക്കണം. ഫസ്റ്റ് ക്യാരക്ടർ ഒരിക്കലും ഡിജിറ്റ് ആവാൻ പാടില്ല. ഓക്കെ, അണ്ടർസ്കോർ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അണ്ടർസ്കോർസ് ഫസ്റ്റ് ക്യാരക്ടർ ക്യാൻ ഹാവ് സ്പെസിഫിക് മീനിങ്. ഓക്കെ, അതായത് അണ്ടർസ്കോർസ് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് മീനിങ്സ് ഉണ്ടാവും. പിന്നെ ലെങ്ത് ലിമിറ്റഡ് അല്ല. ഓക്കെ, ഐഡന്റിഫയർ കനോട്ട് ബി സെയിം ആസ് ദാറ്റ് ഓഫ് എ കീവേഡ്. ഓക്കെ, കീവേഡുമായിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഒന്നുകൊണ്ട് കേസസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാം. അതും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ conditions that were used by the good programmer in the case selecting the identifier name. Okay, identifier name select ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു പ്രോഗ്രാമർ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ഈ പോയിന്റ്സ് ഒക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യുക, ഇതിനകത്ത് വായിച്ചു നോക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് പൈത്തണിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ കീവേഡ്സ് മീൻസ് വേറൊന്നുമല്ല, കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പൈത്തൺ ഓൾറെഡി എന്തിട്ടാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് വേർഡ്സ് എന്താണ് അവിടെ റിസർവ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ വേർഡ്സ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് മാനിപ്പുലേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്തരം വേർഡ്സിന് എന്ത് പറയുന്നത്, അതിൽ പൈത്തൺ ലാംഗ്വേജിന് മനസ്സിലാകുന്ന കുറച്ച് വാക്കുകളുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിച്ച് കനോട്ട് ബി യൂസ്ഡ് ആസ് ദ ഐഡന്റിഫയേഴ്സ്. ഓക്കെ, നമ്മൾ ഐഡന്റിഫയേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതേസമയം നമുക്കിപ്പോൾ പ്രിന്റിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പ്രിന്റ് എങ്ങനെ, വെറുതെ നമ്മളിപ്പോൾ ഒരു പ്രിന്റ് ഫംഗ്ഷൻ വിളിക്കുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സ്ട്രിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് പ്രിന്റ് ഇങ്ങനെ സ്ട്രിംഗ് ആയിട്ട് നമ്മൾ ആൻഡ് കൊടുത്താൽ എന്ത് ചെയ്യും, ആൻഡ് എന്ന വാക്കോടെ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഒരിക്കലും അത് ഒരു ഐഡന്റിഫയർ ആയിട്ട്, കാരണം ഇപ്പോൾ ആൻഡ് ഈക്വൽ ടു 5 എന്നോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് അവിടെ റിസർവ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫബറ്റിക്കൽ ഓർഡേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു അല്ലെങ്കിൽ ഗീവ് സം എക്സാമ്പിൾസ് ഓഫ് കീവേഡ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, പിന്നെ അതിൽ വെറുതെ നോക്കി ഈസ് വാസ് എന്നൊക്കെ എഴുതി വെക്കരുത്, ഇതിനകത്തുള്ളത് മാത്രം എഴുതാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാകില്ല ഇപ്പോൾ ആൻഡ് ബ്രേക്ക് ക്ലാസ്
കണ്ടിന്യൂ, എൽഫ്, ഇഫ്, ഓക്കെ, അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. അതൊക്കെ എന്ത് എക്സാമ്പിൾസ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ വേരിയബിൾസ് എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ആൾക്ക് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിച്ചോളണം. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കണം. ഇതിനകത്ത് ഓക്കെ ഒന്ന് 2 പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, അത് എന്ത് ചെയ്യണം, നമ്മൾ വേരിയബിൾസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, നമുക്ക് എങ്ങനെ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഒരു ഇൻപുട്ട് എന്ത് ചെയ്യുന്നത് ഇതിനകത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, അത് വേറെ നമ്മുടെ പ്രിന്റ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, പ്രിന്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ഔട്ട്പുട്ട്സ് നമ്മൾ എങ്ങനെയാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലൈൻസ് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോമ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് 2+3 അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയാം, നമ്മൾ പ്രിന്റ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം, ഓക്കെ, ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം തന്നെ പ്രിന്റ് ഹലോ വേൾഡ് എന്ത് ചെയ്യും, ഹലോ വേൾഡോടെ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, 2 വേർഡ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട് അവിടെ യൂസ് ചെയ്യുന്നു. /n കൊടുത്താൽ എന്ത് ചെയ്യും, ന്യൂ ലൈനിലവിടെ പ്രിന്റ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഇവിടെ ഒരു /n കൊടുത്താൽ എന്ത് ചെയ്യും, ന്യൂ ലൈനിലോട്ട് പ്രിന്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ വരും. ഓക്കെ, സോ ദെൻ കണ്ടോ, ഇത് ടെർമിനേറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. /n മീൻസ് എന്താണ് യൂസ് ചെയ്യുന്നത്, ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. അടുത്ത ലൈനിലോട്ട് പ്രിന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ. ഓക്കെ, പൈത്തണിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ആസ്കി ക്യാരക്ടർ സിഗ്നിഫൈസ് ദ എൻഡ് ഓഫ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എൻഡ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് കാണിക്കുക. /n നമ്മൾ എന്ത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മീൻസ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ ഇന്റർപ്രറ്റർ ക്യാൻ എക്സിക്യൂട്ട്. ഓക്കെ, അതായത് ഒരു ഇന്റർപ്രറ്ററിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, സെക്കൻഡ് ആൻസർ /n. ഓക്കെ, /n യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ആസ്കി ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ സ്റ്റേറ്റ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4-5 വരെയൊക്കെ ഏതാണ്ട് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ആസ്കി ക്യാരക്ടർ ഏതാ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സെമികോളൻ. ഓക്കെ, എന്താണ് സെമികോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ദ ട്രിപ്പിൾ കോട്ട് ഹെൽപ്പ് ടു ഫോം എ കമാൻഡ് ഇൻ പൈത്തൺ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ മൾട്ടി ലൈൻ സ്ട്രിങ്സ്, അതായത് നമ്മളിപ്പോൾ ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കുവാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ മാറാണ് കേട്ടോ. ഡബിൾ കോട്ട്സ് ആണെങ്കിൽ സ്ട്രിങ്സ് ആയിട്ട് വരും, ട്രിപ്പിൾ കോട്ട്സ് ആണെങ്കിൽ എന്തായിട്ട് മാറും, അതവിടെ കമന്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ കോട്ട്സ് എങ്ങനെ യൂസ് ചെയ്യാം, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മൾട്ടി ലൈൻ സ്ട്രിങ്സ്. ഓക്കെ, മൾട്ടി ലൈൻ കമന്റ്സ് എഴുതാൻ വേണ്ടി ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യാം. ഹാഷ് ആണ് യൂസ് ചെയ്യുന്നത് സിംഗിൾ കമന്റ് ആണ്. ഓക്കെ, ട്രിപ്പിൾ കോട്ട്സ് എന്ത് ചെയ്യും, മൾട്ടി ലൈൻസ് കമന്റ്സ് എന്ത് ചെയ്യും അവിടെ വരും. പിന്നെ വാട്ട് ആർ ദ ബേസിക് ഡാറ്റ ടൈപ്സ്. ഇതിപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ബേസിക് ഡാറ്റ ടൈപ്സ് എന്തൊക്കെയുണ്ട്, ഇന്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, പിന്നെ എന്തുണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ദെൻ ബൂളിയൻ ഫംഗ്ഷൻ ഉണ്ട്, ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, സ്ട്രിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഡാറ്റ ടൈപ്സ്. അവിടെ ബേസിക് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ കൊടുക്കണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, വിച്ച് ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ഫോർ ഇന്റിജർ ഡിവിഷൻ. ഇന്റിജർ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്. ഓക്കെ, ഇന്റിജർ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്, ദാറ്റ് ഈസ് നമ്മുടെ ഡബിൾ ഹാഷ് യൂസ് ചെയ്യും. ഓക്കെ, ഇന്റിജർ ഡിവിഷന് വേണ്ടിയിട്ട് പൈത്തണിൽ. ഓക്കെ, ദെൻ വിച്ച് എക്സ്പ്രഷൻ പൈത്തൺ ഈസ് ഈക്വലന്റ് ടു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പവർ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു പവർ എടുക്കണമെങ്കിൽ മാത്തമെറ്റിക്കൽ ഫംഗ്ഷനിൽ പവർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. അത് നമുക്ക് പൈത്തണിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്താൽ 2 സ്റ്റാർ ഇട്ടാൽ അതെന്താണ്, പവറിന് ഇക്വലന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ x⁻² എന്ന് എഴുതത്തില്ലേ, അതിന് ഇക്വലന്റ് ആണ് x 2 ഇൻറ്റു കൊടുത്താൽ എന്തായിട്ട് മാറും, അതവിടെ പവർ ആയിട്ട് മാറും. ഓക്കെ, ⁻² ആയിട്ട് മാറും. ഓക്കെ, വെൻ ഡസ് ദ പൈത്തൺ കൺസിഡർ ഗിവൻ ലിറ്ററൽ ആസ് ദ ഫ്ലോട്ട് ടൈപ്പ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഇതിനെ ഫ്ലോട്ട് ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴാണ് ഫ്ലോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഒരു ഡെസിമൽ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 3.14 കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ e⁻², 2e⁻³ കൊടുക്കുന്നുണ്ട്, എക്സ്പോണൻഷ്യൽ എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് വരും, ഒന്നുകിൽ ഡെസിമൽ നൊട്ടേഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ എന്ത് നൊട്ടേഷൻ ഉണ്ടാവണം, അതിൽ നമ്മുടെ ഒന്നുകിൽ ഡെസിമൽ നൊട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഫ്ലോട്ട് ആയിട്ട് കൺസിഡർ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്റിജർ ആയിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മളൊരു നൾ സ്ട്രിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. നൾ സ്ട്രിംഗ് റെപ്രസെന്റ് നമ്മൾ ജസ്റ്റ് നോൺ എന്ന് യൂസ് ചെയ്യും. ഇത് നമുക്കില്ല കേട്ടോ, നൾ സ്ട്രിംഗ് നമുക്ക് അങ്ങനെ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് അല്ല. ഓക്കെ,
ലിസ്റ്റിലെ 3 ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദിസ് ടൈപ്പ് സ്ട്രിംഗ്. ഓക്കെ, സ്ട്രിംഗിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്പറേഷൻസ്. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു സെക്ഷൻസ് ഒന്നുകൂടി ഒന്ന് വായിച്ചു. അതിനകത്ത് 1-2 ഓപ്പറേഷൻസ് പറയാം. ഞാൻ ഇപ്പോൾ കറക്റ്റ് ഇതൊന്നും ഓർക്കുന്നില്ല. നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ആ സെക്ഷൻസ് ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കുക. അതിനകത്ത് ഓരോ ഓപ്പറേഷൻസ് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളാം ഏതൊക്കെ ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബൂളിയനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം, ഓർ യൂസ് ചെയ്യാം, നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതൊക്കെയാണ് അതിൽ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിംഗ് ദ ഐഡന്റിഫയേഴ്സ്? ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഓക്കെ അതൊക്കെയാണ് റൂൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല, നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിജിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊക്കെ അതിൻ്റെ കേസസിലാണ് അവിടെ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വേരിയബിൾ ആൻഡ് എ റെഫറൻസ്. ഓക്കെ, വേരിയബിൾ എന്താണ്? നമുക്കിപ്പോൾ വേരി ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. പിന്നെ കോംപ്ലക്സ് ടൈപ്പിനെ കുറിച്ച് ഷോർട്ട് നോട്ട് തന്നെ പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസും തന്നെ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കുറച്ച് നമ്മുടെ എന്താ ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ? ഓക്കെ, പവർ ഓപ്പറേഷൻസ് അങ്ങനെ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതുക. ഇതൊക്കെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വരാം. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ 2 മാർക്ക് 4 മാർക്ക് വരാം. എക്സ്പ്ലെയിൻ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് 4 മാർക്കായിട്ട് വരും. ഇല്ല ജസ്റ്റ് ചോദിക്കുന്നെങ്കിൽ മാത്രമായിട്ട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു സെക്ഷൻ ചാപ്റ്ററിനല്ല, ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിലോട്ടാണ്. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഡിസിഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ലോജിക്കൽ തിങ്കിങ്, ഓക്കെ അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ലേ, അതാണ് നമ്മുടെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന ഇഫൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇഫിന്റെ അതിന്റെ എന്താ നമ്മൾ ബ്ലോക്ക് എഴുതാൻ ചോദിക്കും, അതായത് ബ്ലോക്ക് അല്ല സോറി സിൻടാക്സ് എഴുതാൻ ചോദിക്കും. അപ്പോൾ സിൻടാക്സ് മാത്രം ചോദിക്കുന്നത് നമ്മൾ ഇതാണ് എൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് കണ്ടീഷൻ നോക്കുക, ഒരു കോളൻ കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് എഴുതാം, അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ. ഓക്കെ, ഇഫ് കൊടുക്കുന്നുണ്ട്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഇൻഡന്റേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചോളണം. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് ഇഫ് ബ്ലോക്ക് ആർ ഐഡന്റിഫൈഡ് ബൈ ദ ഇൻഡന്റേഷൻ. ഓക്കെ, ഇൻഡന്റേഷൻ മീൻസ് ഒരു സ്പേസിംഗ് കണ്ടോ, ഇതിനകത്തുള്ളതാണെങ്കിൽ ഓക്കെ അകത്ത് കയറി ചെക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്പേസിംഗ് കൊടുക്കണം, എന്ത് ചെയ്യുന്നത് നമ്മൾ ടാബ് സ്പേസിംഗ് കൊടുക്കും. അപ്പോൾ വാട്ട് ഈസ് ഇൻഡന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ടാബ് സ്പേസിംഗ് ഗിവൺ ടു കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്, അത് ഞാനത് സെൻഡ് ചെയ്യാൻ കേട്ടോ. കറക്റ്റ് ഡെഫിനിഷൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഓക്കെ, ഞാനത് സെൻഡ് ചെയ്തേക്കാം. ഇൻഡന്റേഷൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും അത്. ഓക്കെ, ഇൻഡന്റേഷൻ മുൻപ് ഞാൻ ഏതോ ഒരു എക്സാമിനേഷൻ കണ്ടു. ഓക്കെ, അത് ഞാൻ എഴുതിയ ഒരു എക്സാമിനേഷൻ ആയിരുന്നു. PG-യുടെ ആണോ അതോ നമ്മുടെ അല്ലാതെ എന്തെങ്കിലും DCയുടെയോ എന്തോ എക്സാമിനേഷൻ എനിക്ക് ഓർക്കുന്നില്ല. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇൻഡന്റേഷൻ എന്താണ് രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാനതൊരു സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഒരു പൈതൺ പ്രോഗ്രാം ഫോർ എക്സാമ്പിൾ ഇഫ്. ഓക്കെ, ഇഫ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പൈതൺ പ്രോഗ്രാമാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, റൈറ്റ് എ സിമ്പിൾ പ്രോഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ഇഫ് ഫംഗ്ഷൻ. ഓക്കെ, ഇഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂസിങ് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതാൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം തന്നെയാണ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ വോട്ടിംഗ് ഇതുണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതിയാണ് കേട്ടോ. അതായത് ഇവിടെ കമന്റിങ് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ കമന്റ് കൂടി കൊടുത്ത് എഴുതാം, ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് എന്ത് ഇൻപുട്ട് കൊടുക്കുക, ഇൻപുട്ട് എഴുതിയിട്ട് അവിടുത്തെ ഫംഗ്ഷൻസ് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ നെയിമും ഏജുമാണ് അവിടെ ഇൻപുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് ഓപ്പറേഷൻസ് എടുക്കുന്നത് അറിയാലോ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇൻപുട്ട് കൊടുത്താൽ മതി. ഇൻപുട്ട് എന്ന് കൊടുക്കുക, നമ്മൾ ഔട്ട് പ്രിന്റ് എന്ന് കാണിക്കും പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് INPUT അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് അവിടെ എടുക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നുണ്ട്, അത് നെയിമിലോട്ട് അങ്ങ് സ്റ്റോർ ആവും. അപ്പോൾ ഇൻപുട്ട് നമുക്ക് എന്ത് ഡിസ്പ്ലേ ആണെന്നുള്ളത് എന്ത് ചെയ്യുക, എൻ്റർ യുവർ നെയിം. ഓക്കെ, നെയിം എന്ത് ചെയ്യും അവിടെ എൻ്റർ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നുണ്ടോ അതാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ വരും കേട്ടോ, അതുപോലെ ഡിസ്പ്ലേ ആവും കണ്ടോ. ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് സ്ട്രിംഗ് ആയിട്ടാണ്, സോ ഇവിടെ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ആവും. അപ്പോൾ നമ്മൾ റാം എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എൻ്റർ ദ ഏജ്. ഓക്കെ, ഏജ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഏജ് എന്ത് ചെയ്യും അവിടെ എൻ്റർ ആവും. അപ്പോൾ ശ്രദ്ധിച്ചോളണം, നമ്മൾ അവിടെ ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഏജ് നമുക്കറിയാം ഡെസിമൽ വാല്യൂസ് വരത്തില്ല, ഹോൾ നമ്പർ വാല്യൂസ് വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് പ്രത്യേകിച്ച് അവിടെ ഇൻറ്റ് എന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോറിനടുത്ത് എന്ത് ചെയ്യും, ഏത് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ മാത്രം ഇൻറ്റിജർ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ എൻ്റർ ആൻഡ് ഇൻറ്റിജർ നമ്പർ എന്ന് അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് കണ്ടീഷൻ. കണ്ടോ, ഇത് കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, ഓക്കെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം,
ഇത് നമ്മൾ പറയുന്നുണ്ട് കണ്ടോ, കണ്ടീഷൻ ചെക്ക് ചെയ്യണം, കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, ഹൈ യു ക്യാൻ ഔട്ട്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ്സ് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഡോട്ട് ഫോർമാറ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിമിൽ നമ്മൾ എന്ത് പേരാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് എന്ത് ചെയ്യും, അവിടെ അതുപോലെ വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ അതൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ വേറെ ഒന്നും വേണ്ട, പ്രിന്റ് യു ക്യാൻ ഔട്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ മോഡിഫിക്കേഷൻ ആണ്, ഓരോ ഇതിൽ നമ്മൾ ഓരോ പ്രോഗ്രാമേഴ്സിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇങ്ങനെ തന്നെ പ്രോഗ്രാം എഴുതണമെന്നില്ല. നമുക്ക് മിക്കവാറും ഏതെങ്കിലും ഒരു പ്രോഗ്രാം എഴുതാനും ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കും, അത് നിങ്ങളുടെ പേരിൽ തന്നെ എഴുതാൻ പറ്റും. അതൊരിക്കലും ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ അവിടെ പേര് വരണം അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇവാലുവേഷനിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാനാണ് ഇവാലുവേഷൻ സ്കീമുകളിൽ വരുന്നത്. ഓക്കെ, അത് C++ലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇവാലുവേഷൻ സ്കീം കാണിച്ചു തരാം അതിൻ്റെ. ഓക്കെ, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ C++ൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനത് എടുത്തൊന്ന് സെൻഡ് ചെയ്തെന്ന് അറിയത്തില്ല, ഞാൻ സെൻഡ് ചെയ്തേക്കില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ 18 വയസ്സിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം, 18 വയസ്സിൽ കൂടുതലാണെങ്കിൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ 18. ഓക്കെ, എന്ത് സെൻഡ് ചെയ്യണം, സോറി യു കനോട്ട് ഔട്ട് എന്ന് എന്ത് ചെയ്യണം, അവിടെ പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇത് ഇൻപുട്ട് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ അവിടെ കാണിക്കാം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഈ രണ്ട് കണ്ടീഷൻസ് അല്ലാതെ നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് എൽസ് ഇഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇഫ് എൽസ് ഇഫ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻസ് ആണ്. അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. സോറി, ലൂപ്പ് പോലെ അല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ A ഗ്രേറ്റർ ദാൻ B ആണോ, എന്താണ് ഗ്രേറ്റർ, ഓക്കെ, അങ്ങനത്തെ കാര്യം ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻസ് ഇവിടെ വരത്തില്ല ഗ്രേറ്ററും ഇത് വരുന്ന സമയത്ത്. ഒന്നിൽ നമുക്ക് B A-നെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ A യും B യും ഈക്വൽ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്താവും, മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും, തിരിച്ചായിരിക്കും. ഓക്കെ, അതായത് ഒന്നുകിൽ B A-നെക്കാട്ടിയും വലുത്, അല്ലെങ്കിൽ A യും B യും ഈക്വൽ, ഇല്ലെങ്കിൽ എന്തായിരിക്കും A B-നെക്കാട്ടിയും ചെറുത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കാതെ എന്ത് ചെയ്യും, വർക്ക് ആയിക്കോളും. കാരണം എന്തുകൊണ്ട്, രണ്ട് കണ്ടീഷൻസ് നോക്കി, ഇല്ലെങ്കിൽ മൂന്നാമത്തിലോട്ട് വരിക. ഓക്കെ, ദാറ്റ് ഈസ് A ഈസ് ഗ്രേറ്റർ ദാൻ B എന്ന് എന്ത് ചെയ്യുക, അവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എലിഫ് കണ്ടീഷൻസ് നമ്മൾ ഇങ്ങനെ അവിടെ, സോറി ഇത് എലിഫിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ ഇഫ് എൽസിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇതിന്റെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല, ഈ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് എൽസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് എൽസ് ഇഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് രണ്ട് കണ്ടീഷൻസ്, ഇപ്പോൾ ഒരു കണ്ടീഷൻ കൂടി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇഫ് എൽസ് ഇഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കോപ്പി ചെയ്തപ്പോൾ മാറിയതാ. ഓക്കെ, ഇതിൽ പിന്നെ ഇതിൽ നമുക്ക് ഇഫ് എൽസ് യൂസ് ചെയ്യാം. നമ്മളിവിടുത്തെ ഈ എലിഫ് എന്ന് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ ഇഫ് ഈസ് ഗ്രേറ്റർ ആണെങ്കിൽ അത് വരിക, ഇല്ലെങ്കിൽ എൽസ് എന്ത് പ്രിന്റ് ചെയ്യണം, തിരിച്ചാണ്. ഓക്കെ, അവിടെ ഈക്വൽ എന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തില്ല. ഓക്കെ, ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇഫ് എൽസ് ആയിട്ട് മാറും. കണ്ടോ, അതായത് A B-നെക്കാട്ടിയും ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈക്വൽ ആണോ കണ്ടീഷൻ നമ്മൾ നോക്കുന്നില്ല, ഒരിക്കലും ഈക്വൽ അല്ല എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ അല്ലാത്ത നമ്പേഴ്സ് കൊടുക്കുന്ന നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൽഫ് കണ്ടീഷൻ മാറ്റാൻ പറ്റും. എങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് A ഈസ് ഗ്രേറ്റർ B ഗ്രേറ്റർ ആണ് ചെക്ക് ചെയ്യുന്നു, ഇല്ല എൽസ് എന്താണ്, ദാറ്റ് ഈസ് എൽസ് എങ്ങനെ വരും, A ഈസ് ഗ്രേറ്റർ ദാൻ B, തിരിച്ച് എന്ത് ചെയ്യും, അവിടെ വരും. മനസ്സിലായോ, ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് വരുന്നത്. പിന്നെ ഇഫ് എൽസ് ഇഫ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു കണ്ടീഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, രണ്ടുപേരും ഈക്വൽ ആണോ എന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് വരാം, ഇല്ലെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ എന്തായിരിക്കും, അതൊരു 0 ഇൻറ്റീജർ ആയിരിക്കും ചെയ്യുന്നത് അവിടെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ യൂസറിന് ഇൻപുട്ട് ചെയ്യാൻ പറയുന്നത്, നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് കണ്ടീഷൻ എന്താ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, പോസിറ്റീവ് ആണെന്ന് പ്രിന്റ് ചെയ്യണം. എലിഫ് ഓക്കെ, അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, എക്സ് ഇസ് ലെസ് ദാൻ 0 ആയിരിക്കാം, എങ്കിൽ നെഗറ്റീവ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇത് രണ്ടും അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ആ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, എന്ത് പ്രിന്റ് ചെയ്യാം, സോ ഇറ്റ് ഈസ് എ 0 എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പ്രിന്റ് ചെയ്യണം. മനസ്സിലായോ, ഈക്വൽ ആയിരിക്കും, സോ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റഡ് ഇഫ് ആണ് വരുന്നത്. നെക്സ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമുക്ക് എന്താ ഒരു ഒന്നിൽ കൂടുതൽ ഇഫുകൾ ചേർന്ന് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും, ഒരു ഇഫ് എൽസ് ഇഫ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന വേർഡ്, ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എൻ്റർ ചെയ്യുന്ന വേർഡ് ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതൊരു അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് എന്തിരിക്കുന്നത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ എൽസ് ഇഫ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരു വേർഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് വിളിക്കുവാണ്, ഇൻപുട്ട് കോൾ ചെയ്യുവാണ്. അപ്പോൾ യൂസർ എന്ത് ചെയ്യും,
ഒരു വേർഡ് അവിടെ എൻ്റർ ചെയ്യും. ഓക്കെ, എൻ്റർ ചെയ്തത് നമ്പർ ആണോ ആൽഫബറ്റ് ആണോ, ഓക്കെ അതിന് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഈ ഒരു പ്രോഗ്രാം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ആ ഒരു വെയിൽ ചോദിച്ചാലോ, ഓക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇഫ് നിങ്ങൾ ചോദിച്ചു എന്ത് ചെയ്യാം അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് നമ്മളിവിടെ സെർച്ച് ചെയ്യാണ്, ദാറ്റ് ഈസ് ഇഫ് കൊടുത്ത് നോക്കുവാണ്. ഓക്കെ, എന്ത് ചെക്ക് ചെയ്യുന്നു, വേർഡ് ഡോട്ട് ഈസ് എ നമ്പർ. ഓക്കെ, എന്തിനുണ്ട് അതൊരു നമ്പർ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈസ് എ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് നമ്പർ ആണോ ചെക്ക് ചെയ്യേണ്ട കോഡാണ് കേട്ടോ. എന്താണ് ഈസ് എ NUM നമ്പർ ആണോ, ഓക്കെ അതാണ് വരുന്നത്. അത് അങ്ങനെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. അത് എഴുതുന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങനെ നോക്കണേ, അതായത് നമ്പർ ആണോ, ഓക്കെ ആ രീതിയിൽ. ദെൻ എന്ത് പ്രിന്റ് ചെയ്യുക എങ്കിൽ അത് ആൽഫ ന്യൂമറിക് ആണ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആൽഫ ന്യൂമറിക് ആണോ നമ്മൾ എന്ത് ചെയ്തു അവിടെ പ്രിന്റ് ചെയ്തു. അതിനടുത്ത് അത് ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ മീൻസ് എന്താണ് ആൽഫബറ്റും ന്യൂമറിക് കൂടി. ഓക്കെ, വെറുതെ NUM എന്ന് കൊടുത്താൽ നമ്പർ ആണെന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. നമ്പർ എന്ന് വെച്ചാൽ എന്താണ് ആൽഫബറ്റും നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ 1 എന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നുണ്ട്, എന്ത് വരും ഇന്ത്യ 1 ടൈപ്പ് ചെയ്താൽ അവിടെ എന്തായിരിക്കും വരുന്നത് ഇന്ത്യ 1 ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആൽഫബറ്റ് ന്യൂമറിക്കലും കൂടി വരുന്നില്ലേ, അതാണ് ആൽഫ ന്യൂമറിക് എന്ന് വരുന്നത്. ഓക്കെ, അതിനടുത്ത് ആൽഫബറ്റിക് ആണോ മാത്രം നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞാൽ ആൽഫ ന്യൂമറിക് ആണോ, അതല്ലെങ്കിൽ എന്തിലോട്ട് വരും അടുത്തിലോട്ട് കയറും ഈസ് ആൽഫബറ്റിക്, അതാണ് ആൽഫ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രിന്റ് എന്ത് ചെയ്യണം ആൽഫബറ്റിക് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് വീണ്ടും അത് അപ്പർ കേസ് ആണോ, ഈസ് അപ്പർ മീൻസ് അപ്പർ കേസ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ്. ഈസ് ലോവർ മീൻസ് എന്താണ് ലോവർ കേസ് ആണ് നോക്കിയാൽ ഇതൊക്കെ സ്ട്രിങ്സിന്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ, സ്ട്രിങ്സിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നോക്കിക്കൊള്ളണം അതുകൊണ്ട് ഒന്ന്. ഓക്കെ, പിന്നെ എന്താണ് ഈസ് ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ കേസ് ആണോ നോക്കുന്നുണ്ട്, ന്യൂമറിക് ആണോ നോക്കുന്നുണ്ട്. ഓക്കെ, എലിഫ് എന്ത് ചെയ്യുന്നുണ്ട് അതവിടെ സ്പേസ് ആണോ നമ്മൾ നോക്കും. വൈറ്റ് സ്പേസ് മീൻസ് ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്പേസ് ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും വൈറ്റ് സ്പേസ് ഒക്കെ എന്ത് ചെയ്യുക യൂസർ അവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുക അവിടെ കാണിച്ചിരുന്നത്. നിങ്ങൾ എല്ലാ ഔട്ട്പുട്ടും കാണിക്കണമെന്നില്ല, ഇതിൽ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്താൽ മതി അവിടെ എഴുതിയാൽ മതി. ഹലോ എഴുതിയിട്ടുണ്ട്, ആൽഫ ന്യൂമറിക് ആണ്, ആൽഫബറ്റിക് ആണ്, ടൈറ്റിൽ കേസ് ആണ്. ടൈറ്റിൽ കേസ് മീൻസ് ഫസ്റ്റ് ലെറ്റർ മാത്രമല്ലേ ക്യാപിറ്റൽ ആയിട്ടുള്ളൂ, അതാണ് എന്ത് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ കേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കേസ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇഫിൻ്റെ ആണ്. നിങ്ങൾ ആ പ്രോഗ്രാം നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എങ്കിലും അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വേറൊരു സെക്ഷൻസ് ലൈവായി ഉണ്ടാവത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് അല്ലാതെ ഞാൻ പേഴ്സണലി അത് പറഞ്ഞുതരാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഇതാണ് നമ്മുടെ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിംഗ് എന്തായിരിക്കും, നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാം അല്ല നമ്മുടെ ന്യൂമറിക്കൽ ടെക്നിക്സ് നമ്മൾ ഐട്രേഷൻസ് ഒക്കെ പഠിച്ചില്ലേ. ഐട്രേഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൂപ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലൂപ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൂപ്പിൽ നമുക്കിവിടെ വൈ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, 2 ലൂപ്പാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു which were used in the case of a Python language. Python language നമ്മൾ 2 ലൂപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഫോർ ലൂപ്പും വൈ ലൂപ്പും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വൈ മീൻസ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടോ വൈ n is less than or equal to n. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ചെയ്യുന്നത് that is write a program to print all the integer from 1 to n. 1 to n വരെയുള്ള എല്ലാ പ്രോഗ്രാംസും 1 to എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്യേണ്ട പ്രോഗ്രാമാണ് അവിടെ എന്ത് ചെയ്യാൻ പറയുന്നത് നമ്മളവിടെ പ്രിന്റ് ചെയ്യാൻ പ്രോഗ്രാം അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഐസിക്കൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ് ടു n. യൂസറിന്റെ ഇതാണ് ഇൻപുട്ട് വാങ്ങുന്നത്. യൂസർ ഇപ്പോൾ 10 എൻ്റർ ചെയ്തിട്ട് 10 എന്ത് ചെയ്യണം അവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വൈ ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്താണ് കണ്ടീഷൻ n is less than or equal to n. അപ്പോൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യും കണ്ടീഷൻ ചെക്ക് ചെയ്യും. പിന്നെ ഇവിടെ വരുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യണം. ഐസിക്കൽ i+1 മീൻസ് ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ കൂടുവാണ്. ഓക്കെ, ഐ ഫസ്റ്റ് നമ്മൾ 1 എന്ന് കൊടുത്തു, അടുത്ത 2 എന്ന് വരും, 3 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഇൻക്രിമെന്റിങ്. ഓക്കെ, ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്ത് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ത് ചെയ്യും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1 to എത്ര വേണം എൻ്റർ ചെയ്താൽ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാം ചോദിച്ചാൽ ഇതുപോലെ എഴുതുക, ഇൻപുട്ടും ഔട്ട്പുട്ടും വരെ എന്ത് ചെയ്യുക അവിടെ കാണിക്കുക. ഓക്കെ, അതാണ് ലൂപ്പിംഗ് എന്ന് പറയുന്ന വൈൽ ലൂപ്പിംഗ് വരുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് തന്നെ കണ്ടു നോക്കുക കേട്ടോ അതിനകത്ത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു ബ്രേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രേക്ക് എന്ന് പറയുന്നത്. എ ലൂപ്പ് ക്യാൻ ഹാവ് നമ്പർ ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ബ്രേക്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്സിനെ കുറിച്ചുള്ള കേസസ് ഒന്ന് നോക്കണേ, ക്ലാസ് ഒന്നുകൂടി ഒന്ന് ആ സെക്ഷൻസ് ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു അത് നമ്മൾ വൈൽ ലൂപ്പ് എന്ന ഹെഡിങ്സിലായിരിക്കും ക്ലാസ് നിൽക്കുന്നത്. ഓക്കെ, അത് ക്ലാസ്സിൽ ഉണ്ട്, അത് ക്ലാസ് ഡിസ്കസ് ചെയ്യും, എനിക്ക് ഓർമ്മയുണ്ട് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഫോർ ലൂപ്പാണ്. ഓക്കെ, ഫോർ ലൂപ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊരു റേഞ്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഔട്ട്പുട്ട് ഒക്കെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ലൂപ്സ് യൂസ് ചെയ്യാം. For loop is another looping control structure provided by Python that can be very powerful and convenient at the same time. Okay, for loop are basically iterate over a sequence of items. Okay,
അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൽ മീൻസ് ഇന്ന കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ ലൂപ്പ് വീണ്ടും വരിക, അതാണ്. ഫോർ മീൻസ് ഇന്ന കണ്ടീഷൻ തൊട്ട് ആ ഒരു കണ്ടീഷൻ വരെ എന്ത് ചെയ്യുക, അവിടെ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? വൈൽ എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ആ ഇന്ന കാര്യം അവിടെ ഉണ്ടെങ്കിൽ, ഇന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് വൈൽ. ഓക്കെ, വൈൽ എന്ന വാക്ക് ആ ഒരു വേയിൽ തന്നെയാണ്. ഫോർ മീൻസ് ഇത് മുതൽ അതുവരെ, ഓക്കെ, ആ ഒരു വേയിൽ എന്ത് ചെയ്യുക, അവിടെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വേരിയബിൾസ് കൊടുക്കും. ഓക്കെ, ഇന്ന സീക്വൻസ് പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഐ ഇൻ ദ റേഞ്ച് 5. ഓക്കെ, ഐ ഇൻ ദ റേഞ്ച് 5 എന്ന് പറയുമ്പോൾ എന്താണ്, ഐയുടെ വാല്യൂ നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഐയുടെ വാല്യൂ 1 2 എന്ന് പറയുന്നെങ്കിൽ 5 വരെ എന്ത് ചെയ്യണം, അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ 0 എന്ത് ചെയ്യും, അവിടെ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഐ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ലൂപ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. അപ്പോൾ നിങ്ങൾ ആ ലൂപ്പിൻ്റെ ക്ലാസ്സസ് ഒന്നുകൂടി കണ്ടുപോകണം അതിനകത്ത് കേട്ടോ. അതിപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തീരത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ സെക്ഷൻസ് ഒന്നുകൂടി ഒന്ന് കണ്ടുപോകുക, ഫോറിൻ്റെയും ഇതിൻ്റെയും. പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. തൽക്കാലം ഇപ്പോൾ പ്രോഗ്രാംസിന് ആൻസേഴ്സ് ഞാൻ എടുത്തിട്ടില്ല അതിനകത്ത്. ഓക്കെ, ഞാനത് ആൻസേഴ്സ് നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ ഒരു സെൻഡ് ചെയ്തിരിക്കാം. ഒരു പ്രോഗ്രാമും ഒരു ക്വസ്റ്റ്യൻസും 1-2 പ്രോഗ്രാംസുമായിട്ട് ഞാൻ എല്ലാം എടുത്ത് സെൻഡ് ചെയ്തിരിക്കാം. ഇപ്പോൾ ഇതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, കണ്ടോ, ദാറ്റ് ഈസ് റൈറ്റ് എ പ്രോഗ്രാം ടു ടെൽ എ ഗിവൻ നമ്പർ ഈസ് നെഗറ്റീവ് 0 or പോസിറ്റീവ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് വെദർ ഗിവൻ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. ഓക്കെ, ഓഡ് ആണോ ഈവൻ ആണോ, ഓഡ് ആണോ ഈവൻ ആണോ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അത് ജസ്റ്റ് നമ്മുടെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ, ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡെസിമൽ വാല്യൂസ് ഉള്ളത് ഇൻഡിജർ വാല്യൂസ് എന്തായിരിക്കും, അതവിടെ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ. ഓക്കെ, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2 അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഞാൻ പ്രോഗ്രാമായിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഓരോ പ്രോഗ്രാമായിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, then write a program to print all the even numbers and odd numbers up to a given number. ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് ദ ഗിവൻ ഈസ് ക്യാരക്ടർ, ആൽഫബറ്റ് ആണോ, ഡിജിറ്റ് ആണോ, പഞ്ച്വേഷൻ ക്യാരക്ടർ ആണോ, നമ്മൾ നേരത്തെ പറയാൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രോഗ്രാമാണ് അവിടെ വരുന്നത്. അതിൽ പഞ്ച്വേഷൻ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്യാരക്ടർ എന്ന ഫംഗ്ഷനാണ് വരുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആൽഫബറ്റ് ആണോ, ഡിജിറ്റ് ആണോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ആ ഒരു വേയിൽ ഉണ്ടാകത്തുള്ളൂ. ദെൻ റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് ദ ഗിവൻ ആൽഫബറ്റ് ഈസ് എ കോൺസണന്റ് ആൻഡ് വവൽ. ഓക്കെ, കോൺസണന്റ് ആണോ വവൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വേയിലാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓൾ ഫോംസ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ് പൈതൺ അലോങ് വിത്ത് സിൻടാക്സ് ആൻഡ് എക്സാമ്പിൾ. ഓക്കെ, ഇതൊക്കെ ഒരു എസ്എ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് എന്ത് ചെയ്യണം, ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഇഫ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ബാക്കി കണ്ടീഷൻസ്, ഇഫ് എൽസ് ഇഫ്, ഓക്കെ, അതാണ് ബാക്കി പറയുന്നത് ഓൾ ഫോംസ് എന്ന് പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓൾ ഫോം. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ഓൾ ഫോംസ് ഓഫ് വൈൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ വൈൽ, ഡു വൈൽ അങ്ങനെ കേസസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, സോറി, ഡു വൈൽ അല്ല, വൈലിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് ക്ലാസ് ഒന്നുണ്ട് കേട്ടോ, അത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് വൈൽ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിൻടാക്സും എക്സാമ്പിൾസും. എക്സാമ്പിൾസ് മീൻസ് നമ്മൾ സിമ്പിൾ പ്രോഗ്രാംസ് എഴുതിയാൽ മതിയാവും. ഒരുപാട് വലിയ പ്രോഗ്രാം വേണ്ട, കുറച്ച് സിമ്പിൾ പ്രോഗ്രാംസ് എഴുതിയാൽ അവിടെ എഴുതാം. പിന്നെ ബ്രേക്കും കണ്ടിന്യൂ എന്താണ്. ഓക്കെ, ബ്രേക്കും കണ്ടിന്യൂ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിൻ്റെ ഡ്യൂറേഷൻസ് കുറവാണ്. സോ നിങ്ങൾ ആ ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്രേക്ക്, എന്താണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് എന്ന്. അപ്പോൾ അത് ആ ഒരു സെക്ഷൻ തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ എടുത്തൊരു കണ്ടിന്യൂയുടെ നോട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് അല്ലാതെ അയച്ചിരിക്കാം. ഓക്കെ, കണ്ടിന്യൂൻ്റെ നോട്ട് ഞാൻ അല്ലാതെ എന്ത് ചെയ്യാം, അതിൽ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് ഞാൻ സെൻഡ് ചെയ്യാം. എന്താണ് ബ്രേക്ക്, എന്താണ് കണ്ടിന്യൂയിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, അതോടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻസിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്. നമുക്കിനി ഇതുപോലെ നമ്മുടെ ലിസ്റ്റും ട്രിപ്ലെക്സ് ഇല്ലേ, അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നോക്കാനായിട്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തന്നിരിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ ലിസ്റ്റ് ഇൻ പൈതൺ. എന്താണ് ലിസ്റ്റ്? ഓക്കെ, അതിൻ്റെ ആൻസേഴ്സ് അറിയാമല്ലോ. ലിസ്റ്റ് എന്താണ്? ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, മ്യൂട്ടബിൾ ആണ്. ഓക്കെ, അങ്ങനത്തെ ആ പ്രോപ്പർട്ടീസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് വേസ് ഓഫ് സെർച്ചിങ് ആൻഡ് എലമെൻറ്റ്സ് ഇൻ ലിസ്റ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് അവിടെ ഒരു എലമെൻറ്റ് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റിലെ എലമെൻറ്റ്സ് എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലിസ്റ്റ് സ്ലൈസിങ് എന്താണ്? ഓക്കെ, അപ്പെൻഡിങ് എന്താണ്? എക്സ്റ്റെൻഡ് എന്താണ്? ഓക്കെ, ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ അപ്പൻ ആൻഡ് എക്സ്റ്റെൻഡ്. ഡെൽ എന്താണ്? പോപ്പ് ഔട്ട് എന്താണ്? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൻ്റെ ക്ലാസ്സുകളിൽ. ഓക്കെ, എന്താണെന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സെക്ഷൻസ് ഇതുപോലത്തെ നോട്ട് അങ്ങ് അയച്ചു തരാം. ഈ ടെക്സ്റ്റിൻ്റെ സെക്ഷൻസ് അയച്ചു തരാം. അപ്പോൾ അതിനകത്തുണ്ട് ഓരോ കേസസ് ആയിട്ട് ഓരോന്ന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിമൂവ് ആൻഡ് പോപ്പ്. ഓക്കെ, എന്താ യൂസ് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് ഷോർട്ട് ഓൺ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ഇൻ ലിസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്? ഹൗ ദ ലിസ്റ്റ് അലൈൻമെന്റ് ഡിഫറെന്റ് ഫ്രം ലിസ്റ്റ് കോപ്പി മെത്തേഡ്. ഓക്കെ, അത് നമുക്കില്ല കേട്ടോ. ലിസ്റ്റ് അലൈൻമെന്റ് നമുക്ക് അവിടെ ഇല്ല. നമുക്ക് കോപ്പി മെത്തേഡ് വേണ്ട. കോപ്പി മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, കോപ്പിയും നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ പഠിച്ചില്ല. കോപ്പിയുടെ കൂടെ തന്നെ അസൈനിങ് ഓപ്പറേറ്റർ, അസൈനിങ് ആൻഡ് കോപ്പി. വാട്ട് യു മീൻ ബൈ? സോറി, ഇത് അത് തന്നെയാണ്. ലിസ്റ്റ് ഇനി ക്വസ്റ്റ്യൻ വായിച്ചു പറ്റിയതാ. അലൈൻമെന്റ് അസൈൻമെന്റ് തന്നെയാണ്. ഓക്കെ, ലിസ്റ്റ് അസൈൻമെന്റും ദെൻ കോപ്പി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോറി കേട്ടോ, അതെനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഞാൻ അലൈൻമെന്റ് എന്നാണ് കേട്ടത്, ശ്രദ്ധിച്ചത് ഇങ്ങനെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതേ കാര്യം തന്നെയാണ്. അസൈനിങ് എന്താണ്, കോപ്പി എന്താണ്? ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അസൈൻമെന്റ് മീൻസ് നമുക്ക് അസൈൻമെന്റിൽ ഒരു പ്രോബ്ലം എന്താ? നമ്മളിപ്പോൾ മാറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാമത്തെ ലിസ്റ്റ് അത് മാറും. കോപ്പി ആണെങ്കിൽ അത് മാറത്തില്ല, അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ സോർട്ടിംഗ് ഓഫ് ലിസ്റ്റ്, നമ്മുടെ സോർട്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് വരുന്നത്. ഓക്കെ, പിന്നെ എക്സസൈസ് ടൈപ്പ് ഓഫ് എക്സസൈസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്? ഏതാണ് ഈ എക്സസൈസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് വരുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് ഓൾ എലമെന്റ്സ് ഇൻ ലിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ പിന്നെ എസ്എ അല്ല, ഇത് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറയുന്നത് നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, എസ്എ ടൈപ്പ് അല്ല അത്. Write a program to remove the duplicate from list. Write a program to print whether last member of list. അത് വേണ്ട, ആ ഒരു പ്രോഗ്രാം വേണ്ട. Then write a program to convert a list of cat into string. ഓക്കെ, നമുക്ക് കൺവേർഷൻസ് അവിടെ വരുന്നതെന്ന് തോന്നുന്നില്ല അതിനകത്ത്. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് എലമെന്റ്സ് ഇൻ ലിസ്റ്റ്. ദെൻ ലാർജ് സ്മോളസ്റ്റ് നമ്പർ എങ്ങനെ മാക്സിമം മിനിമം അത് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ പ്രോഗ്രാംസ് അവിടെ വരുന്നത്. ദെൻ ഇത് കോൺകാറ്റിനേറ്റ് നമുക്ക് ചോദിക്കത്തില്ല, ഇത് വേണ്ട. ഓക്കെ, വേണ്ടാത്തതുണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. Write a program to insert a given string at the beginning of an all string in the list. അതായത് ലിസ്റ്റിലുള്ളതിൽ നമുക്ക് ഫസ്റ്റ് റീപ്ലേസ് ചെയ്ത് ഇൻഡെക്സ് വാല്യൂസ് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഞാനതിൽ 1-2 പ്രോഗ്രാംസ് ഞാൻ എടുത്ത് സെൻഡ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ മുൻപായിട്ട്, അതായത് ഇന്ന് പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുക, ഗ്രൂപ്പിലോട്ട് ആൻസർ ആയിട്ട് സെൻഡ് ചെയ്തിരിക്കാം. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, ക്ലിയർ ആവാതെ. ഓക്കെ, സോ നമുക്ക് ഇനി ട്യൂപ്ലെക്സ് നമുക്ക് നോക്കിയാലോ. ട്യൂപ്ലെക്സിലും സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഏതാണ്ട് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ട്യൂപ്ലെക്സിൽ അവിടെ വരുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, നോക്കി ദാറ്റ് ഈസ് എന്താണ് ട്യൂപ്ലെക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ഹൗ ട്യൂപ്ലെക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ലിസ്റ്റ്. ഹൗ ഡു യു പ്രിഫർ എ ലിസ്റ്റ് ഓവർ എ ട്യൂപ്ലെക്സ് വൈസ് വേഴ്സ. ഓക്കെ, അതായത് ട്യൂപ്ലെക്സിലോട്ട് മാറ്റുന്നതും എങ്ങനെ നമുക്ക് ട്യൂപ്ലെക്സിന് ലിസ്റ്റായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് എ ഷോർട്ട് ഓൺ സിംഗിൾ നമ്മൾ വേണ്ട ഒരു സെക്ഷൻ ഇല്ല. റൈറ്റ് എ നോട്ട് ഓൺ സെർച്ചിങ് വിത്ത് ട്യൂപ്ലെക്സ്. ഓക്കെ, ട്യൂപ്ലെക്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്യൂപ്ലെക്സ് സ്ലൈസസ്. ഓക്കെ, നമുക്ക് സ്ലൈസസ് നമുക്കില്ല കേട്ടോ. നിങ്ങൾ സ്ലൈസസ് നോക്കില്ല, ലിസ്റ്റിൽ നമുക്ക് സ്ലൈസസ് ഇല്ലെന്നാണ് തോന്നുന്നത്. അതെനിക്ക് സിലബസ് നോക്കില്ല, സിലബസിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ ഓക്കെ അതിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, സ്ലൈസസ് ഇല്ല. നോക്കിയിട്ട് പറയാം. സ്ലൈസസ് ഇല്ല കേട്ടോ. സ്ലൈസസ് വേറൊരു ഓപ്പറേഷനാണ്, നമുക്കതില്ല. അത് നമുക്ക് ലിസ്റ്റിലും ഇല്ല, ട്യൂപ്ലെക്സിലും നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ സ്ലൈസിങ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ബാക്കി നോക്കിയാൽ മതി. ദെൻ എസ് ഐ ക്വസ്റ്റ്യൻസ് പോലെ വരുന്നില്ല. പ്രോഗ്രാം റൈറ്റ് എ പ്രോഗ്രാം ടു കൗണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ലിസ്റ്റ്, ഫൈൻഡ് എ ട്യൂപ്ലെക്സ് ഇൻ ദ ലിസ്റ്റ്. ലിസ്റ്റിന് ട്യൂപ്ലെക്സ് കണ്ടെത്താൻ വേണ്ടി. പിന്നെ റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ടു എ ഗിവൻ ട്യൂപ്ലെക്സ്. ഓക്കെ, അതായത് ഒരു ട്യൂപ്ലെക്സ് ഡോട്ട് എലമെന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് വരുന്നത്. പിന്നെ റൈറ്റ് എ പ്രോഗ്രാം ടു കൺവേർട്ട് എ ട്രിപ്പിൾ വാല്യൂ ഓഫ് ഇൻറ്റു ട്രിപ്പിൾ ഓഫ് സിംഗിൾ ടൺ ട്യൂപ്ലെക്സ് ടു വാല്യൂ. അത് വേണ്ട, ആ ഒരു പ്രോഗ്രാം നമുക്ക് അങ്ങനെ ഇല്ല. ഓക്കെ, ആ ഒരു സെക്ഷൻ ഇല്ല. ദെൻ
ഇതൊന്നുമില്ല, ഡേ പ്രോഗ്രാം ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. ഓക്കെ, നമുക്ക് ട്രിപ്പിൽ നിന്നും പ്രോഗ്രാം കുറവായിരിക്കും, ലിസ്റ്റിൽ നിന്ന് പ്രോഗ്രാം ചോദിക്കാം. കൂടുതലും പ്രോഗ്രാം ചോദിക്കാൻ ചാൻസ് നമ്മുടെ ലൂപ്പിംഗ് ഫംഗ്ഷൻസിലാണ്. ലൂപ്പിങ്ങും ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്, ഇഫും ഫോർ വൈൽ, അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ യൂണിറ്റ് 3 കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കുക. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് സ്പീഡിലാണ് ടോപ്പിക്സ് പറഞ്ഞു പോയത്. ഓക്കെ, ഒന്നിൻ്റെ പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസിലെ പ്രോഗ്രാംസ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസിലെ പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അല്ലാതെ സെൻഡ് ചെയ്തിരിക്കാം. ഓക്കെ, ഒന്നിൽ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് നിങ്ങൾക്ക് പിക്ചർ ആയിട്ട് എന്തിരിക്കാം അവിടെ സെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് സെക്ഷൻ എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക, അത്യാവശ്യം ഏതാണ്ടൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യാം ചോദിക്കാം കേട്ടോ. ഓക്കെ.